ശശി തരൂർ കുംഭമേളയ്ക്ക് പോയോന്നറിയില്ല, പക്ഷേ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞൊരു പോസ്റ്റ് കണ്ടായിരുന്നു. അദ്ദേഹം അത് വലിയ പോസിറ്റീവായിട്ട് കുംഭമേളയെ പ്രശംസിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതുകയെങ്കിലും ചെയ്തു. പക്ഷേ കേരളത്തിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകരും ബഹിഷ്കരിച്ച കേരളത്തിലെ ഏറ്റവും വലിയൊരു ഈവൻ്റായിരുന്നു. മാധ്യമങ്ങളൊന്നും കാര്യമായി കവർ ചെയ്തില്ല. രാഷ്ട്രീയക്കാർ, പിണറായി വിജയനോ അല്ലെങ്കിൽ CPM ആരും, കോൺഗ്രസ്സിലെ സതീശൻ ഉൾപ്പെടെ ഒരാളും കണ്ടതായി പോലും ഭാവിച്ചില്ല ഈ കുംഭമേളയെ. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും, തരൂർ ഒഴികെയുള്ള രാഷ്ട്രീയക്കാരും, BJP ഞാൻ മാറ്റി നിർത്തിയാണ് പറയുന്നത്, ഈ കുംഭമേളയെ അവഗണിച്ചത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ 2 ദിവസം മുമ്പെടുത്ത ഒരു വീഡിയോ, ഒരു ഡിസ്കഷനിൽ നമ്മൾ ശശി തരൂരിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അതെ അതെ. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് മതം, ഇന്ത്യൻ കൾച്ചർ എന്താണ്, ഭാരതീയ സംസ്കൃതിയും അതേപോലെ ഹിന്ദുമതവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ സംസ്കാരം എന്താണ് എന്നൊക്കെ അറിയാവുന്ന ഏക പൊളിറ്റീഷ്യൻ ശശി തരൂർ മാത്രമേ ഉള്ളൂ. ഇതറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ മതം എന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയെ. ആ പേടി ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമസ്തയുടെ റാലിക്ക് പോയി. അതൊക്കെ പോവും. കാരണം അതൊരു ഈ പറഞ്ഞ അതാണ് പൊതുവിൽ നമ്മുടെ ഇവിടുത്തെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം അതാണ്. അതായത് ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ ഒരു പരിപാടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രോബ്ലം ഇല്ല, ഒരു പുരോഗമനമാണ്. പക്ഷേ ഈ ഹിന്ദുവിൻ്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ സിമ്പിൾ റീസൺ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ BJP-കാരല്ലാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ RSSO BJP ഒന്നും അല്ലാത്തൊരു വ്യക്തി പോലും ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ, വിശ്വാസിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ നെറ്റിയിലെ ചന്ദനം മായ്ച്ചു കളയും. കാര്യം ചന്ദനക്കുറി ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ പറഞ്ഞതുപോലെ RSSകാരനാണോ അതല്ലെങ്കിൽ BJP-കാരനാണോ എന്ന് മുദ്ര കുത്തും എന്നുള്ളൊരു പൊതുബോധം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഇവിടുത്തെ നമ്മുടെ ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരതിനകത്തില്ല. ശരിക്കും നമ്മുടെ ഇപ്പോൾ സക്കറിയ പോലുള്ള ബുദ്ധിജീവികളൊക്കെ, സാഹിത്യകാരന്മാരൊക്കെ അതിനകത്തൊക്കെ നിർണായക പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ സക്കറിയയ്ക്കും അറിയില്ല എന്താണ് മതം എന്ന് വെച്ചാൽ അറിയില്ല. ഇപ്പോൾ ഇന്ത്യൻ ഒരു 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 പിന്നെ കാഴ്ചപ്പാടിൽ എന്താണ് മതം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മതത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം അത് പാശ്ചാത്യ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. ശശി തരൂരിന് ആ കോൺഫ്ലിക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു കേരളത്തിൻ്റെ സാംസ്കാരികമായി ഉറങ്ങിക്കിടന്ന ഒന്നിനെ അതിമനോഹരമായിട്ട് ഉണർത്തിയെടുത്ത് വേറൊരു ഭാവത്തിലേക്ക് കൊണ്ടുവന്നെന്നാണ് പറഞ്ഞത്. അതായത് പണ്ട് മാമാങ്കം എന്ന് കേൾക്കുമ്പം നമുക്കവിടെ ചോരയുടെ മണിക്കിണർ ഓർമ്മ വരും, ചോരയുടെ പുഴ ഓർമ്മ വരുമായിരുന്നു. ആ സ്ഥാനത്ത് അതിമനോഹരമായ ഒരു ശില്പഭംഗിയോട് കൂടിയുള്ള, ഇപ്പം ഗംഗാ ആരതിയാണെങ്കിലും ജനങ്ങൾ മനോഹരമായ ഒരു കാഴ്ചയാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ കഴിഞ്ഞ 19 ദിവസം കൊണ്ട് കുറഞ്ഞത് തിരുനാവായ ഉള്ള മുസ്ലിം സഹോദരങ്ങളുടെ കീശയിലേക്ക് ഒരു 20 കോടി റുപ്യയെങ്കിലും മിനിമം വീണിട്ടുണ്ടാവും. ആ തിരുനാവായി പോയിട്ടുള്ളവർക്കറിയാം, ഈ ഉത്സവം ആചാരപരമായി നടത്തിയത് അവിടെ വന്നിട്ടുള്ള സ്നാനത്തിന് വന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് ആഘോഷമാക്കി മാറ്റിയത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, കച്ചവടക്കാർ പലരും 1-2 മാസങ്ങളുണ്ടാക്കുന്ന വരുമാനം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഓട്ടോറിക്ഷക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അറിയാം അവരുടെ ആവേശം. അവർ പറയുന്നത് അടുത്ത വർഷം ഇതൊന്നും ആയിരിക്കത്തില്ല സാറെന്നാണ് പറയുന്നത്. അടുത്ത വർഷം നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഹോട്ടലുകളുണ്ടാവും, ലോഡ്ജ് ഉണ്ടാവും എന്നൊക്കെയാണ്. ഇന്നിപ്പം മുസ്ലിം സമുദായക്കാരുടെ വീടുകൾക്കുള്ളിലാണ് ഡോർമിറ്ററി ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാധനം. തീർച്ചയായിട്ടും അവർക്ക് വരുമാനമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ അതേസമയത്ത് മാധ്യമത്തിൽ നോക്കിക്കഴിഞ്ഞാലോ, കംപ്ലീറ്റ് ഹിന്ദു മുസ്ലിം പിന്നെ അല്ലെങ്കിൽ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള മാധ്യമങ്ങളൊന്നും ഒരു പത്രത്തിൽ പോലും ഒന്നാം പുറത്ത് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഒരു വാർത്ത വന്നില്ല. അല്ല, അതിൻ്റെ ഒരു പ്രശ്നം വാർത്തയും ചിത്രവും വന്നില്ല. ഇത് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എഴുതുന്ന മാധ്യമപ്രവർത്തനം, അത് മാധ്യമങ്ങൾക്കും പേടിയാണ്. ഇത് ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെടുമെന്നൊരു പേടി വരുന്നുണ്ട്. ആ ബ്രാൻഡ് ചെയ്യപ്പെടുമെന്നുള്ള പേടി വരുമ്പോഴത്തേക്ക് അത് പതുക്കെ വന്നിട്ട് കണ്ടില്ല എന്നടിക്കും. കാര്യം നമ്മുടെ ഇവിടുത്തെ ഈ പൊതുബോധം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ പ്രബുദ്ധ മലയാളിയുടെ ഒരു പ്രശ്നം ഇതാണ്. പ്രബുദ്ധ മലയാളിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഭാരതീയ സംസ്കാരത്തെയും ഹിന്ദുമതത്തെയും അവ തമ്മിലുള്ള ബന്ധത്തെ തിരിച്ചറിയാൻ ശേഷിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഗാന്ധിജിക്ക് അറിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ്
ഗാന്ധിജിയെക്കുറിച്ച് ആരും സംസാരിക്കത്തില്ല, നമ്മുടെ കോൺഗ്രസ്സുകാരും സംസാരിക്കത്തില്ല. ഇപ്പോൾ ഗാന്ധിജിയെ BJP-ക്കാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നിലവിളിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ, ഇല്ലേ? ആ ഗാന്ധിജിയെ പട്ടേലിനെ കൊണ്ടുപോയി ഇനി ഗാന്ധിയെ കൊണ്ടുപോയി. പട്ടേലിനെ കൊണ്ടുപോയി, ഗാന്ധിജിയെ കൊണ്ടുപോയി, നെഹ്റുവിനെ കൊണ്ടുപോകുന്നില്ല. നെഹ്റുവിനെ വേണ്ട, നിങ്ങൾ എടുത്തെന്ന് പറയണ്ട. അത് എന്തിനാണെന്നറിയോ? ഇവരുടെ കയ്യിൽ ഈ ഗാന്ധിജിയെയും പട്ടേലിനെയും വെക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ കോൺഗ്രസ്സുകാർക്കില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂർ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞേക്കുന്നത്. ഈ മഹാമാഘ മഹോത്സവം, കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം, ഇതൊരു ഭയങ്കര സാംസ്കാരികമായ ഉയർത്തെഴുന്നേൽപ്പാണ്. അത് നിളയുടെ തീരത്തിൽ. മാത്രമല്ല അതിൻ്റെ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. ഈ സൂഫി സന്യാസിമാരും നമ്മുടെ ആനന്ദവനം ഭാരതിയും തമ്മിൽ ഉള്ളൊരു സംഭാഷണം. അപ്പോൾ അത് അവർ പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അനൽ ഹക്ക് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സംഗതി. ഇത് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. രണ്ടും അദ്വൈതമാണ്. ഇത് അതുപോലെ തന്നെ ഈ മറ്റേ സൂഫി സന്യാസിമാർ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് അഘോരികളുമായിട്ട് ഞങ്ങൾക്ക് നല്ല പിന്നെ പ്രവർത്തന രീതിയിലും പല കാര്യങ്ങളും സാംസ്കാരികമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ഈ നമ്മൾ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ മതേതരത്വം എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. മറിച്ച് ജനങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവിടെ ഇടപഴകി ജീവിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ഇമേജ്, ഇപ്പം പുറത്തേക്ക് വയ്ക്കുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഈ മലപ്പുറം എന്ന് നേരത്തെ ഇപ്പം ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ, മലപ്പുറം പ്രത്യേക ദേശമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മലപ്പുറത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിനല്ല ഇന്ത്യക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സന്ദേശമാണ് ഈ തിരുനാവായിലെ മഹാമാഘ മഹോത്സവം മുമ്പോട്ട് വയ്ക്കുന്ന സാധനം. കാര്യം അവിടെ വളരെ പരിമിതമായ പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നു. അതെ അതെ, എല്ലാം ചെയ്തത് സേവാഭാരതി. പക്ഷേ അതേ ക്രമസമാധാനം പാലിക്കേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഭരണഘടന ഉറപ്പാക്കേണ്ടത്, അവിടെ വരുന്ന ആൾക്കാരുടെ ജീവൻ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം കരൂര് സ്റ്റാമ്പേഡ് ഉണ്ടായി, അത്ര 50-ലേറെ പേര് മരിക്കുകയുണ്ടായല്ലോ. അപ്പോൾ അത് ശരിക്കും സ്റ്റേറ്റിൻ്റെ പരാജയമാണത്. ഈവൻ വിജയെ പോലെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ പരിമിതമായ പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു പിന്നെ അനിഷ്ട സംഭവം ഉണ്ടാക്കാതെ വളരെ സ്മൂത്തായിട്ട് ജനങ്ങൾ സ്വയം ഈ പറഞ്ഞതുപോലെ ഒരു അച്ചടക്കം പാലിച്ചിട്ടാണ് അത് പോയിട്ട്. ഒരു ലക്ഷങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത്. അന്നൊരു 4 ലക്ഷം പേരുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ, ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് അതിരാവിലെ ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ ഒഴുകുകയായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു കഷ്ടിച്ചൊരു 3 ആഴ്ച കൊണ്ടാണ് അവിടെ അത്രയും ചെറിയ സൗകര്യങ്ങളെങ്കിലും ഒരുക്കാൻ കഴിഞ്ഞത്. അതിവിപുലമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ 5000-6000 പേര് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പോലും നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന വേരിൻ്റെ പുറത്ത് ഒരു കറക്റ്റ് ടൈമിൽ പോയി വെള്ളം വീണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശശി തരൂരിൻ്റെ പ്രസ്ഥാനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശശി തരൂർ ഈ പറഞ്ഞതുപോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ കൂടെ. എല്ലാവരും പറയുന്നത് ഇദ്ദേഹം പൊളിറ്റീഷ്യൻ, ഈ സാധാരണ പൊളിറ്റീഷ്യൻസൊക്കെ പറയും അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്ന് പറയും. ശരിക്കും റിയൽ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ശശി തരൂരാണ്. കാര്യം ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ്, മലയാളിയുടെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് നല്ല സുന്ദരമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സാങ്കല്പികമായ ഒരു കാര്യം ആലോചിക്കുകയാണ്. നമ്മുടെ VD സതീശനും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും കൂടി ഈ കുംഭമേളയുടെ അവസാന ദിവസം, നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്നെങ്കിലും അവിടേക്കെങ്കിലും ഒന്ന് ചെന്നിരുന്നെങ്കിൽ അതിലൂടെ കിട്ടുന്ന UDFന് കിട്ടുന്നൊരു മൈലേജ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും, സംശയമുണ്ടോ? ഇത് പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയും ഈവൻ ഒന്നും വേണ്ട, മറ്റേ പാണക്കാടെന്ന് വേണമെങ്കിൽ അവരും വന്നേനായിരുന്നു. അവർക്ക് വരാൻ മടിയൊന്നുള്ള കൂട്ടത്തിലൊന്നും അല്ല അവർക്ക്. അവരും ഈ പറഞ്ഞ പോലെ സതീശനും ചെന്നിത്തല എല്ലാവരും കൂടെ പോയിരുന്നെങ്കിൽ ഇതവരുടെ കയ്യിൽ തന്നെയായിരുന്നു സാധനം. അതെ, അതിനുള്ള രാഷ്ട്രീയ വിവേകമുണ്ട്. മാത്രമല്ല ഇതിനകത്ത് യാതൊരുതുമായ മതപരമായ സംഗതിയും വരത്തില്ല. മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ. കാരണം മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ ഒരു ആവേശം കാണുന്നത്. കാര്യം അവർക്കാണ് ഇതിൻ്റെ ഒരു ഹരം കൊണ്ടിരിക്കുന്നത്. അവരാണ് ഗുണഭോക്താക്കൾ. ഇപ്പോൾ അവിടെയുള്ള ആ ക്ഷേത്രത്തിൻ്റെ വഴിയിലേക്കുള്ള 2 വശങ്ങളിലുള്ള കടകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കടകൾ മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെയാണ്. അവിടെ ഡോർമെറ്ററി മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരാണ്. അതേപോലെ തന്നെ ഈ പേ ആൻഡ് പാർക്ക് മുഴുവൻ അവരുടെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന, അതാ പറഞ്ഞത്, അവിടെ സന്ദർശിക്കുന്ന ഒരു വ്യക്തി കുറഞ്ഞത് 100 രൂപ ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്കിലാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറവ് ഒരു 20 കോടി രൂപ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ട് തിരുനാവായ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ
ഉള്ള ആൾക്കാരുടെ കയ്യിൽ വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു സൗഹാർദ്ദം അതെ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കൾച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴയുടെ കൾച്ചറുണ്ടല്ലോ, ഇരുകരകളിൽ നിന്നാണല്ലോ നമ്മുടെ സാഹിത്യവും സംസ്കാരവും ഒക്കെ പറന്നു വരുന്നിട്ടുള്ളത്. ആ ഒരു കൾച്ചർ ശരിക്കും പറഞ്ഞാൽ സാംസ്കാരികമായിട്ട് അതിൻ്റെ ഒരു ആരതിയുടെ പ്രകാശമാണ് നമ്മളിപ്പോൾ അവിടെ തിരുനാവായ. മറ്റൊന്നുകൂടെ ഉണ്ട്. ഇത് നമ്മൾ നേരെ ആലോചിച്ച പോലെ ഇന്ന് കേരള സർക്കാരിൻ്റെ 1-ാം നമ്പർ കാർ മലപ്പുറത്ത് തിരുനാവായയിലേക്ക് വന്നാൽ എന്തായിരിക്കും ചിത്രം? ഒരിക്കലും സംഭവിക്കില്ല. പിണറായിക്ക് അതിനുള്ള രാഷ്ട്രീയ വിവേകം പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ ധൈര്യമുള്ള വ്യക്തിയാണ് പിണറായി. പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറിപ്പോയത്. അതൊരു വൈൽഡ് ഇമാജിനേഷനാണ്. സമയമുണ്ട്, കുംഭമേള കഴിയാൻ പോകുന്നുണ്ട്, ഇന്ന് രാത്രി വരെ സമയമുണ്ട്. അതൊരു വൈൽഡ് ഇമാജിനേഷനാണ്. കാരണം ഈ CPM-നെ നയിക്കുന്നത് പേടിയാണ്. പേടിയുള്ളവർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ചിട്ട് പേടിയില്ല. കാര്യം തരൂരിന് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ പുള്ളിയുടെ ജീവിതത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. അതെ, തരൂർ ഇങ്ങനെ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? തരൂരിന് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു നഗരത്തിൽ പോയി കഴിഞ്ഞ് ഒരു ഹാളിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇടിച്ചു കയറിക്കോളും. പിണറായി വിജയന് 1-ാം നമ്പർ കാറ് പോയാൽ വലിയ പ്രശ്നമാണ്. അതെ, സതീശനും. പക്ഷേ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഈ ജനങ്ങളുടെ ഒരു വളരെ സൂക്ഷ്മമായ ചലനങ്ങൾ, അവരുടെ സാംസ്കാരികമായി വരുന്ന ചലനങ്ങൾ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇതിനോടുള്ള സമീപനത്തിൽ നമുക്ക് കാണാം. ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഹിന്ദു സമാജത്തിൽ വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. അത് തിരുനാവായയിൽ കണ്ടു. വരും വർഷങ്ങളിൽ ഇതിന് അഭൂതപൂർവമായി ഇതിൻ്റെ പല മടങ്ങ് ആളുകൾ വരും. പക്ഷേ അപ്പോഴും കാണേണ്ടത് ഇത്രയ്ക്ക് ആളുകൾ ഈ 2 ആഴ്ച കൊണ്ട് മിനിമം ഒരു 2 കോടി ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവാം ഒരു ദിവസം. അല്ലെങ്കിൽ ഒരു 50 ലക്ഷം പേരെ കൂട്ടാം. 50 ലക്ഷം പേർ, എന്തിന് 2 കോടി എന്ന് പറയാം? കേരളത്തിൽ 4 കോടി ജനങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് 2 കോടി പറയണ്ട. ഒരു 50 ലക്ഷം പേർ വന്നു പോയിട്ടുണ്ട്. 50 ലക്ഷം പേർ പങ്കെടുത്ത ഒരു വലിയ ജനക്കൂട്ടത്തെ പോലും കാണാത്ത മാധ്യമങ്ങളെ തിരിച്ചറിയണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കേരളത്തിലെ BJP ഒഴികെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇതിനെ അവഗണിച്ചത് എന്നതും ഈ കുംഭമേളയ്ക്ക് വന്ന ആളുകളുടെ മനസ്സിൽ ചോദ്യമായി ബാക്കി നിൽക്കണം. തീർച്ചയായിട്ടും. കാരണം മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സാധനം അവിടെ വന്നിട്ടുള്ള എല്ലാവരും BJP-കാരല്ല. ഒന്നുമല്ല, തീർച്ചയായിട്ടും അല്ല. അതാണ് അതിൻ്റെ മനസ്സിലാക്കാൻ. അതാണ് ഈ കേരളത്തിലെ മറ്റ് ശശി തരൂരിൻ്റെ ബ്രില്യൻസ് അവിടെയാണ് നമ്മൾ കാണുന്നത്. അതെ.